സാറേ, യഹ്യ സിൻവാറാണ് ഹമാസിൻ്റെ പുതിയ തലവൻ. ഈ ജൂലൈ 31 ഇസ്മായിൽ ഹനിയ ഇസ്രായേൽ കൊല്ലപ്പെടുത്തിയ ഹമാസിൻ്റെ തലവൻ, അദ്ദേഹം ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം ഇദ്ദേഹമാണ് പുതിയ തലവൻ. പക്ഷേ ഇദ്ദേഹം മറ്റേ ഇദ്ദേഹത്തിനേക്കാൾ ഹനയേക്കാൾ ആക്രമണകാരിയാണെന്നാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ. ഈ ഒക്ടോബർ 7 ഗാസയിൽ നിന്നിട്ട് ഇവർ ഇസ്രായേലിനെ ആക്രമിച്ച് തുടങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത്. അപ്പം മറ്റേ കൊല്ലപ്പെട്ട ആളിനേക്കാൾ ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടതും ഈ സിൻവാറിനെയാണ്. പക്ഷേ സിൻവാർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം എവിടെയാണെന്നറിയില്ല. വരുന്ന ഒരു റിപ്പോർട്ട് ഇദ്ദേഹം ഏതോ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ പേടിച്ച്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് യഹിയാൻ സിൻവാറിനെ ഉടൻ ഇല്ലാതാക്കും എന്ന് ഇസ്രായേൽ. കാരണം ഇവരുടെ ഒരു 4 പേരുടെ ലിസ്റ്റുണ്ട്, ഹിറ്റ് ലിസ്റ്റ്. ആ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളാണ് ഈ പറഞ്ഞ യഹ്യ സിൻവാർ. ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ഇദ്ദേഹത്തെ ഉടനടി വധിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഏത് സമയമായാലും കൊല്ലപ്പെടേണ്ട ആളാണ്. ഉടനടി ആവുമെന്ന് അറിയില്ല, വധിക്കും. ഇസ്രായേൽ വിചാരിച്ചാൽ അവർക്ക് ഇപ്പോൾ ഐസ്മാൻ അർജന്റീനയിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് തൂക്കിക്കൊന്നവർക്കാണ് ഇത് ബുദ്ധിമുട്ട്. പിന്നെ അവരാ അനുകൂലമായ സാഹചര്യം അന്വേഷിച്ച് നടക്കുന്നില്ല. ഇനി ഇവരൊക്കെ തമ്മിൽ അണ്ടർ കറൻസ് ഉണ്ട്. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത പോലെ ഇസ്രായേലിലെ ആ ആക്രമണം ഏകപക്ഷീയമൊന്നുമല്ല, കൊളാബറേറ്റീവാണ്. അത് പരസ്പരം നെതന്യാഹുവിന് ഇവർക്ക് സഹായകരമായിരുന്നു. അതിന് വഞ്ചനക്കിടയിൽ ചതി, ഈ പൊട്ടേഷൻകാരുടെ ഭാഷയിൽ പറഞ്ഞ ഇടക്കളി നടന്നു. അതായത് നെതന്യാഹു വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ തോന്നിയ ഒരു കിട്ടിയ അവസരം അഴിഞ്ഞാടി. അത് നെതന്യാഹു അത് തന്നെ എഴുതി, കിട്ടിയ അവസരം അയാൾ കഴിഞ്ഞാടും. അതാണ് സംഭവം. പരസ്പരം ഇവരെ ആവശ്യമാണ്. കാരണം ഇതൊരു ഇക്കോണമിയാണ്. ഈ ടെററിസം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇക്കോണമിയാണ്, വലിയ ഫണ്ട് വരുന്നത്. ഇത് നരയിക്കാൻ ഒരുപാട് പാവങ്ങളുണ്ടോ. പക്ഷെ ഇതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ സമ്പന്നരും, അവരതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരുമായിരിക്കും. അതിൻ്റെ പുറത്ത് കോൺട്രാക്ടർമാരുണ്ട്. UNOക്കായിട്ട് ബന്ധപ്പെട്ട് വിവിധ മിഷൻസ്, ഈ പറഞ്ഞ പ്രശ്നബാധിത പ്രദേശത്ത് വല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കോൺട്രാക്ട് എടുക്കുന്ന ആളുകളുണ്ട്. അവരും ഇവരെ ആളുകളായിരിക്കും. അപ്പോൾ ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഗ്ലോബൽ ഇക്കോണമിയാണ്. അപ്പോൾ ഇതിൽ ഇവർ പരസ്പരം റിലേറ്റഡാണ്. ഇസ്രായേലിന് വേണമെങ്കിൽ അവരുടെ ടെക്നോളജി വെച്ച് കൊണ്ടേക്കൊണ്ടേ ഹോമാരൊക്കെ തട്ടെ ഇസ്രായേൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ള ഓരോ സമയത്ത് ഓരോ ക്രൈസിസൊക്കെ വരുമ്പോൾ ഓരോരുത്തന്മാരെ പിടിച്ച് തട്ടും. ഇതാണ് ഇസ്രായേലിൻ്റെ ഒരു പോളിസി. അല്ലാതെ ഇസ്രായേലിന് കിട്ടായിട്ടൊന്നുമല്ല, കിട്ടില്ല. അതൊക്കെ നമ്മളെ മുന്നിൽ ഇവരെ നാടകം കളിക്കുന്നതാണ്. ബില്ലാദിനെ തന്നെ മുമ്പേ ഇവർക്ക് വേണമെങ്കിൽ പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അതൊക്കെ അതിന് വെച്ചുകൊണ്ടിരുന്നു. ഒബാമയ്ക്ക് ഒരു ക്ഷീണം വന്നു, വരെ വെച്ചുകൊണ്ടിരുന്നു. അത്രയേ ഉള്ളൂ. ഈ ഇസ്മായിൽ ഹനിയേക്കാൾ തീവ്ര മനോഭാവമുള്ള ഇവർ ഈ ഹമാസിനിടയിൽ തന്നെ മിതവാദികളും ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ ആക്രമണത്തിലേക്ക് പോകണ്ട എന്ന് അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം, ഈ യഹ്യ സിൻവാർ എന്ന് പറയുന്നത്, അദ്ദേഹം ഈ സൈനിക നടപടി സ്വീകരിക്കണമെന്ന് എപ്പോഴും വാദിച്ചുകൊണ്ട്, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇവരുടെ ഈ 15 അംഗ ഒരു നേതൃസമിതിയുണ്ട് ഹമാസിൻ്റെ. ഇദ്ദേഹം പക്ഷേ സ്ഥാനം ഏറ്റെടുത്ത് ഈ യഹ്യ സിൻവാർ വന്നതിന് ശേഷം ഈ 15 അംഗ നേതൃസമിതി ഇല്ലാതായി. അതിൻ്റെ അർത്ഥം യഹ്യ സിൻവാറിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാം. കാരണം അപകടകാരിയാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ഈ 15 അംഗ സമിതിയിൽ ആലോചിച്ചാണ് നേരത്തെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇനി ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിലും അത് തീരുമാനങ്ങൾ ലോജിക്കലാവണ്ടേ. അങ്ങനെ ഒറ്റയ്ക്ക് ബോംബിടാണ്, ആൺബോംബ് കയ്യിൽ വേണ്ടേ. എന്ത് തീരുമാനം എടുക്കാൻ? കയ്യിൽ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ തീരുമാനം എടുക്കാൻ. പക്ഷെ പിന്തുണയ്ക്കുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ. ആളുകളുണ്ടായിരുന്നത് കാര്യം ഇറാന്റെ പിന്തുണയുണ്ട്, തുർക്കിയുണ്ട്. അല്ല, ഇറാനും തുർക്കിയൊക്കെ ഓപ്പണായിട്ട് ഇസ്രായേൽ ഒരു യുദ്ധത്തിന് നിങ്ങൾ കരുതുന്നുണ്ടോ? പിന്നിൽ നിന്ന് കളിച്ചിട്ട് ചെയ്യാനായി ഇവന്മാര് മാക്സിമം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെ, അതാ ഇറ്റ്സ് എ വാർ ഇക്കോണമി. അതിലെല്ലാവരും ഇവരെല്ലാം പ്രോഫിറ്റ് ചെയ്യപ്പെടുന്നു. ഇവർക്കെല്ലാം പ്രോഫിറ്റിയറിങ് ആണത്. ഇറാന്റെ വെപ്പൺസ് വെക്കാം. ഇവരെ നല്ല ഈ തോക്കുകൾ തുർക്കി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 24 റൗണ്ടൊക്കെ വെടിയൊക്കെ വന്ന പിസ്റ്റണൊക്കെ, അതൊക്കെ വേണമെങ്കിൽ വിൽക്കാം. അപ്പോൾ വാർ ഇക്കോണമി അത് ശക്തിപ്പെടുത്തുന്നല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇസ്രായേൽ അവർ ചുക്കും ചെയ്യാൻ പോകുന്നത്. കാരണം ഇസ്രായേൽ 2000 വർഷത്തെ അനുഭവങ്ങളുടെ ഒരു ചരിത്രത്തിലൂടെ, അല്ലെങ്കിൽ 3000 വർഷത്തെ അനുഭവങ്ങളുടെ ചരിത്രത്തിലൂടെ പദം വന്നിട്ടുള്ളൊരു രാജ്യമാണ്. ആ പദം വന്ന ആ രാജ്യം അവരിനി അങ്ങനെ അവർക്ക് അനുഭവം ഉണ്ടാവാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും. ഇനി യഹോവ അവർക്ക് എന്താ വിധിച്ചതെന്ന് നമുക്കറിയില്ല. അത് പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് അവർക്ക് അറിയുള്ളൂ, കത്തോലിക്കർക്ക് പോലും അറിയണമെന്നില്ല. അപ്പം അവരെ സംബന്ധിച്ച് അവരെ തോൽപ്പിക്കാനോ അവരെ കീഴടക്കാനോ പറഞ്ഞാൽ അവരെല്ലായിടത്തും നുഴഞ്ഞു കയറിയപ്പോൾ ഈ ഇന്ന് നമ്മൾ ആധുനിക ലോകം എന്ന് പറയുന്ന ഈ ലോകത്തെ യൂറോപ്പിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏഷ്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും
ഇവിടെയുള്ള വിവിധ ഇൻ്റലിജൻസ് ഏജൻസികളെയും പട്ടാളത്തെയും പോലീസിനെയും ഗവൺമെൻറ് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും പോർച്ചുഗലുകാരുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാരും ഈ സ്പെയിൻകാരുമാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ കോളനികൾ ലാറ്റിൻ അമേരിക്ക ഇവിടെ. അപ്പോൾ ഇവരെല്ലാം വിട്ടുപോകുന്ന സമയത്ത് പോയ ചാരന്മാരെ നിർത്തിയിട്ടാണ് പോയത്. അദ്ദേഹം ഒരുപാട് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഇന്ത്യ പോലെ സ്വന്തം കാലം നിൽക്കാൻ ശേഷിയുള്ള സ്വന്തമായിട്ട് പൈതൃകമുള്ള രാജ്യത്തിന് മാത്രമേ ഇത് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നെഹ്റു ഒക്കെ അന്നത്തെ എടുത്ത നിലപാട് വലിയൊരു പരിധി വരെ ഗുണമായിരുന്നു. നെഹ്റു അവരൊക്കെ ചേർന്ന് നിന്നെങ്കിൽ പോലും നെഹ്റു ക്ലിവർലി വീഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് പലതും. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, M15 കിട്ടും, M16 കിട്ടും, MI6 MI6ന് കിട്ടും. അത് ജെയിംസ് ബോണ്ടിൻ്റെ ഏജൻസി, ബ്രിട്ടീഷ് ഏജൻസി. അതുപോലെ അത് CIA-ക്ക് കിട്ടും, പിന്നെ ഇങ്ങനെയുള്ള ഏജൻസികൾക്ക് കിട്ടും. അപ്പോൾ ഈ ഏജൻസികൾ എന്ത് ചെയ്യും, ഇവരുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ് മൊസാദ്. അത് മൊസാദിന് കിട്ടും. അപ്പം എന്തെങ്കിലും ഇവർ ആലോചിച്ച് തുടങ്ങുമ്പോഴേക്ക് തന്നെ മൊസാദിന് ഈ വിവരം കിട്ടുന്നുണ്ട്. പിന്നെ അത് സംഭവിച്ചോട്ടെ മൊസാദ് വിചാരിക്കുന്നതാണ്. എങ്കിലല്ലേ രണ്ടടിയൊപ്പത്ത് കൊടുക്കാൻ പറ്റുള്ളൂ, എങ്കിലല്ലേ ഈ വാർ എക്കോണമിയെ എങ്ങനെ ലൈവായിട്ട് നിർത്താൻ പറ്റുള്ളൂ. ഇസ്രായേൽ എന്താ പ്രശ്നം അത് മാറ്റി പിന്നെ ശ്രദ്ധ മാറ്റാൻ പറ്റുള്ളൂ. അതാണ് ഈ സംഭവം. ബാക്കി നാടകമാണ്, ബാക്കി ഇതെല്ലാം നാടകമാണ്. ഇതിൽ ജെന്യൂൻ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്നുള്ള രാജ്യം സ്ഥാപിക്കപ്പെട്ടു. അത് പാലസ്തീൻകാർ ഏതാണ്ട് നൂറ്റാണ്ടുകളായി അവരുടേതായി കരുതി പോകുന്ന സ്ഥലത്താണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നത് പോലും വെസ്റ്റ് ഏഷ്യ പ്രോബ്ലം ഉണ്ടാവുകയായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ ഇറാഖും ഇറാനും തമ്മിലുണ്ടായ പ്രശ്നം, ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രശ്നം, ലെബനനും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം, ഇവർ തമ്മിൽ ജോർദാനും പിന്നെ അയൽരാജ്യങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യക്തത, യമനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രശ്നം, ഇവർ തമ്മിൽ ഏത് സമയം യുദ്ധം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇസ്രായേൽ അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ സമാധാനക്കേടിന് കാരണം എന്ന് പറയുന്നത് കാര്യമില്ല. അവിടെ ഓട്ടോമൻ ഭരണം ഇല്ലാതായി കഴിഞ്ഞോട് അറബികൾ വന്നതോടുകൂടി തന്നെ അറബികൾ പരസ്പരം തമ്മിലടി, ഈ ജൂതന്മാരെ പോലെയാണ് ഗോത്രങ്ങളായി തമ്മിലടിക്കുന്ന ആളുകൾ. ആ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇയാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഇസ്രായേൽ നേർച്ചക്കോയായി കൊണ്ടു നടക്കും. അവർക്കൊരു ആവശ്യമുള്ള തട്ടിക്കളയും, ഇത്രയേ ഉള്ളൂ, തട്ടിക്കളയും. പിന്നെ ബാക്കി നമുക്ക് നെഗറ്റീവ് ഉണ്ടാകും. ഇയാൾ പൂച്ചയാണ്, മറ്റേതാണ്, ചിരഞ്ജീവിയാണെന്നൊക്കെ പറഞ്ഞു. അതത്രേ ഉള്ളൂ. ഈ ചിരഞ്ജീവിയാ പൂച്ച എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ ഇയാൾ മരിച്ചപ്പോൾ എന്താ പറയുന്നത്, ചിരഞ്ജീവി പുറത്തു പോയതുകൊണ്ടാണ്, പൂച്ച പുറത്തു പോയതുകൊണ്ടാണ്. ഇയാൾ കൊടും ഭീകരനാണ് എന്നാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ഇയാളെ എത്രയും വേഗത്തിൽ ഇല്ലാതാക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനും മറ്റൊരു ശക്തമായ കാരണം കൂടി ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണം കൂടെ കിട്ടിയിരിക്കുകയാണ്, ഇയാളെ തലവനായിരിക്കുന്നു, എന്നാൽ പിന്നെ ഇയാളെ തട്ടിക്കളയാം. അവർ നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ്. ചെയ്ത് വെച്ചിരിക്കണം. അതൊക്കെ പ്രസ്താവന യുദ്ധമാണ്. കാരണം ഇത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ ഓപ്പറേറ്റ് ചെയ്തോളൂ. മൊസാദിനെ ഈ ഹമാസിനെ പെട്ടെന്ന് നശിപ്പിക്കണം അവർക്കില്ല. അതുണ്ടെങ്കിൽ അവർക്കൊരു ഗുമ്മുള്ളൂ. ഈ വാർ ഇക്കോണമിക്കുമ്പോൾ നേഷൻ സെക്യൂരിറ്റി സ്റ്റേറ്റാണത്. അപ്പോൾ അവർക്ക് ഈ നമ്മൾ പാകിസ്ഥാനോടോ പിന്നെ ചൈനയോടോ കളിക്കുന്ന പോലെ അല്ല. ഇതൊരു അൺഈക്വൽ വാറാണ്. ഒരു രാജ്യം പോലും അല്ലാത്ത പലസ്തീനിയൊരു ശക്തമായിട്ടുള്ള ആണവശേഷിയുള്ള രാജ്യമായി ഇസ്രായേലും തമ്മിൽ നടക്കുന്ന പൂച്ചയും എലിയും അല്ല, എലിയും പുലിയും തമ്മിലുള്ള ഒരു വാറാണ് ഈ നടക്കുന്നത്. അത് മിക്കി മൗസിൽ അല്ലെങ്കിൽ ടോം ആൻഡ് ജെറിയിൽ ഈ പറയുന്ന പൂച്ച തോൽക്കും, പക്ഷേ യഥാർത്ഥത്തിൽ പൂച്ച തോൽക്കില്ല. അപ്പോൾ ഇസ്രായേലിന് എപ്പോൾ വേണമെങ്കിലും ഇവരെ ചതിച്ചയക്കാം. അതിന് അറബി രാജ്യങ്ങളുടെ സപ്പോർട്ടും കിട്ടും. കാരണം ഇവനൊക്കെ നാളെ അറബി രാജ്യങ്ങൾക്ക് ഭീഷണിയാകും. ഈ ഹമാസൊക്കെ ബേസിക്കലി ഖത്തർ രാജകുടുംബത്തിനും സൗദി രാജകുടുംബത്തിനും അവിടെയുള്ള എല്ലാ രാജകുടുംബങ്ങൾക്കെതിരാണ്. പിന്നെ ഇസ്ലാമിക ജനാധിപത്യം കൊണ്ടുവരണമെന്ന് നടക്കുന്ന ആളുകളാണ്. മനസ്സിലായോ? ഇറാൻ ടൈപ്പ് ജനാധിപത്യം കൊണ്ടുവരണമെന്ന് നടക്കുന്ന ആളുകളാണ്. ഇവർക്ക് തന്നെ ഭീഷണിയാണ്. അപ്പം ഇവരെ തട്ടുക എന്നുള്ളത്, ഇവരെ ഒന്ന് നിലനിർത്താൻ എല്ലാവരുടെ ആവശ്യം. പിന്നെ ഇസ്ലാമിൻ്റെ പൊതുകാര്യവും രണ്ട് വാർ ഇക്കോണമി വെസ്റ്റ് ഏഷ്യനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഈ ഖത്തറിനെയൊക്കെ. അപ്പം അതുകൊണ്ട് അവരിവരെ സഹായിക്കുന്നതേ ഉള്ളൂ. അതല്ല ഇത് നമ്മൾ ഇവർ ഈ അവിടെ തീ കൊടുക്കുന്ന ശേഷം നമ്മൾ പിന്നെ ആകാശത്തേക്ക് പോയി താഴോട്ട് പോകുകയൊന്നും വേണ്ട. ഇത് വെൽ കാൽക്കുലേറ്റഡ് ആണ്. ഇവരൊക്കെ ആരൊക്കെ എന്തൊക്കെ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവരൊന്നും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവൻ്റെയൊക്കെ ചെസ്റ്റിൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ചിപ്പ് വെച്ചിട്ടുണ്ടോ അവൻ തന്നെ പരിശോധിക്കേണ്ടി വരും. അതാണ് ഇസ്രായേൽ. ഇറാൻ എന്നുള്ള ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഏറ്റവും ശക്തമായ സൈന്യം, ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇറാനിൽ പോയിട്ട് ഇവരെ തലവനെ തട്ടണമെങ്കിൽ, അവിടുത്തെ പ്രസിഡന്റിനെ തട്ടണമെങ്കിൽ, പ്രസിഡന്റ് തന്നെ ഇസ്രായേൽ എന്ന് വിശ്വസിക്കുന്നില്ല, ഇന്റേണൽ ഓപ്പോസിഷനാണ്, ഇൻ കൊളാബറേഷൻ വിത്ത് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ അതുപോലെ സഹായത്തോടു കൂടെ അവിടെ റിഫോമിസ്റ്റുകളായിട്ടുള്ള ഈ അവിടെയുള്ള അന്നത്തെ പ്രസിഡന്റിൻ്റെ എതിരാളികൾ തട്ടിക്കളഞ്ഞതാണ്.
അതിൻ്റെ ഉള്ളിൽ. ബട്ട് അപ്പം ഇയാളെ തട്ടിയത് ഇസ്രായേൽ തന്നെയാണ്, അത് ഒരു സംശയമില്ല. മറ്റേ ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി മറ്റോട് തട്ടി. ഇസ്രായേലിന് ഇയാൾ പ്രസിഡന്റിനെ തട്ടണം ഒരു താല്പര്യമില്ല. പക്ഷേ അവിടുത്തെ ഇസ്രായേലിനെ സഹായിക്കുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്, ചാരന്മാരുണ്ട്, ഇറാനിയൻ മോളുണ്ട്. അവരുടെ ആവശ്യമായിരുന്നു അവിടെ പ്രസിഡന്റ് തരാം, അവരെ തട്ടി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം പലസ്തീനല്ല ഗസ എന്ന് പറഞ്ഞ് തുറന്നു കിടക്കുന്ന ഒരു പ്രദേശത്ത് അവരുടെ ഈ പറഞ്ഞ ടണലിൻ്റെ ഉള്ളിൽ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് തട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ പത്തക്കാർക്ക് കൊടുക്കുന്നത് വെച്ചുകൊണ്ട് പത്തക്കാർ നമുക്കൊരു ഹൈപ്പ് കയറിയും നമ്മളതിൽ തുള്ളിച്ചാടുന്നു എന്നേ ഉള്ളൂ, തുള്ളിച്ചാടുകയോ വിഷമിക്കുകയോ ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഓൾറെഡി അവരുടെ കൺട്രോളുണ്ട്, ഫുള്ളി കൺട്രോൾഡ് ബൈ ഇസ്രായേലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.